നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്ത്, തിരുവനന്തപുരത്തെ CPM-ലെ വിഭാഗീയത എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നഗരസഭയിൽ നിന്ന് തുടങ്ങണം, അല്ലേ? പുതിയ തരം വിഭാഗീയതയാണ്. ആര്യ രാജേന്ദ്രനെ വെട്ടിനിരത്തി. കാരണം ആര്യ രാജേന്ദ്രൻ മുൻ മേയർ ആയ ആര്യയ്ക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു പാർട്ടിയിൽ ഉചിതമായൊരു സ്ഥാനം നൽകുമെന്ന്. കാരണം ഒന്നുമല്ലെങ്കിലും 5 കൊല്ലം തിരുവനന്തപുരം നഗരസഭയെ മുന്നോട്ട് കൊണ്ടുപോയ കൊച്ചു കുട്ടിയാണ്, നഗരമാതാവായിരുന്ന ആളാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അതിനിടയ്ക്ക് ആരുടെ വിവാഹം കഴിയുന്നു, MLA സച്ചിൻ ദേവുമായിട്ട് വിവാഹം നടക്കുന്നു, അങ്ങനെയെല്ലാം. അതുപോലെ തന്നെ പാർട്ടിക്ക് തുടക്കത്തിലെ ആര്യ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഭരണമാണ് കാഴ്ചവെച്ചെങ്കിലും പിന്നീട് അത് കൈവിട്ടു പോവുകയായിരുന്നു. കാരണം പാർട്ടി ഈ വിഭാഗീയത തുടങ്ങുന്നതും അവിടെ നിന്നുമാണ്. കാരണം ഒപ്പമുണ്ടെന്ന് കരുതിയ നേതാക്കളെല്ലാം ജില്ലാ സെക്രട്ടേറിയറ്റിലെയും ജില്ലാ കമ്മിറ്റിയിലെയും നേതാക്കളെല്ലാം കൈവിട്ടുള്ളത്. ഒടുവിൽ നേമത്ത് ഇലക്ഷൻ സമയത്താണ് നമ്മുടെ വി ശിവൻകുട്ടി, സ്ഥാനാർത്ഥിയായ മുൻ മന്ത്രി വി ശിവൻകുട്ടിയും ആര്യ തള്ളി പറഞ്ഞത്. തൻ്റെ പ്രചരണ വാഹനത്തിൽ പോലും കയറ്റിയില്ല. കാരണം അവിടുന്ന് സ്ത്രീകളെല്ലാം കളിയാക്കി, അവരൊക്കെ ആര്യക്കെതിരെ ആക്രോശിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. ആര്യ പിന്നീട് വി ശിവൻകുട്ടിക്കെതിരെ രംഗത്ത് വരികയും ചെയ്തു. കാരണം ആര്യം വിട്ടുകൊടുക്കുന്നില്ല. പക്ഷേ ആര്യയ്ക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇത്തവണ DYFIയിൽ ഒരു SFI എന്നാണല്ലോ ആര്യ വന്നത്. അപ്പോൾ DYFIയിൽ ഒരു മാന്യമായൊരു സ്ഥാനം കിട്ടുമെന്ന് ആര്യയ്ക്കൊരു പ്രതീക്ഷയുണ്ട്. കാരണം ഈ സമയത്ത് ആര്യയ്ക്ക് ഒരു കുഞ്ഞായി ഇനി പാർട്ടി ഏൽപ്പിക്കുന്ന ദൗത്യങ്ങൾ നിർവഹിക്കാനുള്ള മനക്കരത്തോടെ അല്ലെങ്കിൽ തയ്യാറെടുപ്പോടെ വന്നെങ്കിലും ആര്യയെ പിന്നെയും ചവിട്ടി വീഴ്ത്തി. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഈ വിഭാഗീയത CPM-ൻ്റെ കൂടപ്പുറപ്പാണെന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമല്ലേ ഇത്? തീർച്ചയായിട്ടും വിഭാഗീയത തന്നെയാണ് കാരണം. പക്ഷേ ഈ വിഭാഗീയതയ്ക്ക് മറ്റ് ചില മാനങ്ങളുണ്ട്. അതായത് ഇപ്പോൾ DYFIയുടെ സംസ്ഥാന നേതൃപദവിയിലേക്കാണ് ആര്യ ലക്ഷ്യമിട്ടത്. ആദ്യം ജില്ലാ പ്രസിഡൻ്റ് ആകാൻ ശ്രമിച്ചു. അവിടെ വെട്ടി. അവിടെ ജോയിയും ശിവൻകുട്ടിയും ഒക്കെ ചേർന്ന് ആര്യയെ വെട്ടി. പകരം ശ്യാമയെ കൊണ്ടുവന്നു. അപ്പോൾ ജില്ലാ കമ്മിറ്റിയിലുള്ള ഇത് നഷ്ടപ്പെട്ടപ്പോൾ ജില്ലാ കമ്മിറ്റിയിലേക്ക് വരാമെന്നുള്ള ഒരു ആര്യയുടെ ഒരു താല്പര്യം, അല്ലെങ്കിൽ അതിനുള്ള ആ മോഹം, അതിൻ്റെ ചിറകൊടിഞ്ഞപ്പോൾ പിന്നെ സംസ്ഥാന നേതൃപദവിയിലേക്ക് കയറാനൊരു ശ്രമം നടത്തി. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ രാജേഷ്, ഏതെങ്കിലും ഈ തരത്തിൽ താഴെ തട്ടിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നു വരണമെങ്കിൽ മുകളിൽ നിന്ന് ആരെങ്കിലുമൊക്കെ സഹായിക്കണ്ടേ? എല്ലാ പാർട്ടിയിലും അങ്ങനെയാണ്. ഇവിടെ ആര്യയെ മുകളിൽ നിന്ന് സഹായിക്കുന്നത് ആരാണ്? അതൊരു വലിയ ചോദ്യമാണ്. അതാണ് ആര്യയ്ക്ക് പിഴച്ചു പോയത്. ആര്യ ആരെയാണോ സഹായത്തിന് ആശ്രയിച്ചത്, അല്ലെങ്കിൽ ആരാണോ ആര്യയെ സഹായിക്കാമെന്ന് പറഞ്ഞു വന്നത്, ആര്യ മേയറായി കഴിഞ്ഞപ്പോൾ ആര്യയെ മുൻനിർത്തി തിരുവനന്തപുരം ഗ്രൂപ്പ് അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ല തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയിട്ട്, തലസ്ഥാന ജില്ലയാണ്, CPM-ന് സ്വാധീനം കുറവാണെങ്കിലും CPM-ന് പറഞ്ഞതുപോലെ സംഘടനാപരമായിട്ട് CPM-ന് സ്വാധീനം ഒക്കെ അങ്ങനെ വലിയ, ഇപ്പോൾ കണ്ണൂർ ജില്ല പോലെയോ അല്ലെങ്കിൽ കോഴിക്കോട് പോലെയോ ആലപ്പുഴ പോലെയോ ഒരു വലിയ എന്താ പറയുക, എതിർസ്വരങ്ങളില്ലാത്ത രാഷ്ട്രീയ എതിരാളികൾ ദുർബലമായ ഒരു സാഹചര്യമൊന്നുമല്ല തിരുവനന്തപുരത്ത്. CPM-ന് 2 എതിരാളികളുണ്ട്. കോൺഗ്രസും ഉണ്ട്, BJPയും ഉണ്ട്, ഇപ്പോൾ CPI ഉണ്ട്. ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെ ഒരു ജില്ല, ആ ജില്ലാ നേതൃത്വം തൻ്റെ കൈപ്പിടിയിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ നടത്തിയ കരുനീക്കങ്ങളിൽ ബലിയാടാവുകയായിരുന്നു ആര്യ. CPM എന്ന് പറയുന്ന പാർട്ടിയെ മൊത്തത്തിൽ പിടിച്ചടക്കി തനിക്ക് കിട്ടിയിരിക്കുന്ന ചില ജന്മസിദ്ധമായ ചില ആനുകൂല്യങ്ങൾ അതെല്ലാം വച്ചുകൊണ്ട് പാർട്ടിയെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാം എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ എന്ന് കരുതി ചില കരുനീക്കങ്ങളൊക്കെ നടത്തിയ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ആളാകാൻ പോയതാണ് ആര്യയ്ക്ക് തിരിച്ചടി നേരിട്ടത്. മറിച്ച് നോക്കൂ, ആര്യയെ ആരാണ് തിരുവനന്തപുരത്ത് മേയറാക്കി കൊണ്ടുവന്നത്? ആരൊക്കെയാണ്? അങ്ങേക്ക് അറിയാമല്ലോ. അത് ആനാവൂർ നാഗപ്പനും ശിവൻകുട്ടിയും വിജയകുമാറും ഒക്കെ ചേർന്നാണ്, അല്ലേ? ഇതിൽ ആനാവൂരും വിജയകുമാർ സഖാവും അങ്ങ് മാറിക്കൊടുത്തു. ആര് മാറിക്കൊടുത്താലും പോകുന്ന വഴിക്ക് അവരങ്ങ് മാറി നിന്നു. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി മത്സരിക്കാൻ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ആ പദവി താൽക്കാലികമായിട്ട് റഹീമിനെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. ആ പദവി ഫില്ല് ചെയ്യണമായിരുന്നു. അപ്പോൾ ആ പദവിയിലേക്കും
വി ശിവൻകുട്ടി നോക്കി, പക്ഷെ കിട്ടിയില്ല. അത് മറ്റൊരു വിഭാഗീയതയാണ്. അതെ, അല്ല അതും ഇതും തമ്മിൽ ഇതെല്ലാം തമ്മിൽ ഇന്റർകണക്റ്റഡ് ആണ്. ഈ അന്തർധാര ഇതിനെല്ലാം ഉണ്ട്. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ ആര്യയെ കൊണ്ടുവന്നത് ആനാവൂരും ശിവൻകുട്ടിയും വിജയകുമാറും ഒക്കെ ചേർന്നാണ്. ആ ആര്യയെ വളർത്താൻ ശ്രമിച്ചതും അവരൊക്കെ ചേർന്നാണ്. പക്ഷേ ആര്യ ഇങ്ങനെ കടന്നു വന്ന് ഒരു എന്താ പറയുക, 2020 ആര്യ മേയറാകുന്നു. 2021 തെരഞ്ഞെടുപ്പിൽ പിണറായി വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുന്നു. പിണറായിക്ക് വലിയ അപ്രമാദിത്വം കിട്ടുന്നു. എന്നാൽ ഇത് തന്നെ അവസരം എന്ന് പറഞ്ഞ് പാർട്ടി സംവിധാനത്തെ മുഴുവനും പിടിച്ചെടുക്കാൻ ഒരാൾ അണിയറയിൽ നടത്തിയ നീക്കമാണ് ഈ ആര്യയെ അടക്കമുള്ള ചിലരെ സ്വന്തം പക്ഷത്തേക്ക് കൊണ്ടുവന്നതിലൂടെ ആ ആൾ സാധിച്ചത്, ആ നേതാവ് സാധിച്ചത്. ഇപ്പോൾ ആ നേതാവിൻ്റെ കരുനീക്കമാണ് സത്യത്തിൽ എം വി ഗോവിന്ദൻ പൊളിച്ചു കളഞ്ഞത്. എം വി ഗോവിന്ദൻ പറഞ്ഞു, പാർട്ടിയുടെ ഈ യുവജന വിഭാഗത്തിൻ്റെ DYFIയുടെ തലപ്പത്തേക്ക് വരുന്നയാൾ കുറെ കൂടെ എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം, അനുഭവ സമ്പത്തുള്ള ആളായിരിക്കണം. 38 വയസ്സ് എന്ന് പറഞ്ഞിപ്പോൾ ഒരു പ്രായപരിധി വെച്ചല്ലോ. ആ പ്രായപരിധിയിൽ നോക്കുമ്പോൾ ആര്യയ്ക്കിപ്പോൾ ഏതാണ്ട് 30 വയസ്സിന് താഴെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ 30 വയസ്സിന് മുകളിലുള്ള ആര്യയേക്കാൾ കൂടുതൽ പ്രവൃത്തി പരിചയമുള്ള, പ്രവർത്തന പാരമ്പര്യമുള്ള നേതാക്കൾ വേറെയുണ്ട്. അപ്പോൾ എം വി ഗോവിന്ദൻ വളരെ കൃത്യമായിട്ട് ആ ഒരു പേരിൽ, ഇപ്പോൾ പ്രായത്തിൽ ഇളവ് കൊടുക്കുന്നതും പ്രായം കുറഞ്ഞ ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരുന്നതും ഒന്നും CPM ഒരു പുതിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഇവിടെ ഗോവിന്ദൻ കൃത്യമായിട്ട് പ്രായത്തിൻ്റെ പേര് പറഞ്ഞു, കാരണം സംസ്ഥാന സെക്രട്ടറിയുടെ കയ്യിലാണ് ഇതിരിക്കുന്നത്. പ്രായത്തിൻ്റെ പേര് പറഞ്ഞ് ആര്യയെ വെട്ടി. ആര്യയെ വെട്ടിയതിലൂടെ അദ്ദേഹം വാസ്തവത്തിൽ വെട്ടിയത് ഭാവിയിൽ തനിക്ക് വെല്ലുവിളിയായി ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരാളിൻ്റെ കരുനീക്കത്തെയാണ്. അത് മറ്റാരുമല്ല, സാക്ഷാൽ മരുമകൻ മുഹമ്മദ് റിയാസാണ്. മുഹമ്മദ് റിയാസും സച്ചിൻ ദേവും തുടങ്ങിയ ഒരു മലബാർ ലോബിയുണ്ട്. ആ മലബാർ ലോബിയുടെ, ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഏറ്റവും ഒടുവിൽ കേട്ട ഒരു കഥ, AN ഷംസീർ മുൻ സ്പീക്കർ പാർട്ടി വിട്ടുപോകാൻ നിൽക്കുകയാണെന്നാണ് കേട്ടത്. അദ്ദേഹം CPIM ബന്ധം ഉപേക്ഷിച്ചു പോകാൻ തയ്യാറായി നിൽക്കുന്നു എന്നാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ കേട്ടത്. കാരണം പാർട്ടിയിൽ ഇത്രയും പ്രവർത്തന പാരമ്പര്യമുള്ള മുഹമ്മദ് റിയാസിനൊപ്പം തന്നെ തലയെടുപ്പുള്ളൊരു നേതാവാണ് ഷംസീർ. പക്ഷേ ആ ഷംസീറിന് സീറ്റ് കിട്ടിയില്ല. അതേസമയം മുഹമ്മദ് റിയാസിന് സീറ്റ് വീണ്ടും കിട്ടി. ആ ഷംസീർ അതുകൊണ്ട് തന്നെ പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ മലബാർ ലോബിയെ മുഴുവനും കയ്യിലെടുത്തുകൊണ്ട് വളരെ കൃത്യമായിട്ട് പുതിയ ജില്ലകൾ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കി മുന്നോട്ട് പോകാനുള്ള മുഹമ്മദ് റിയാസിൻ്റെ ശ്രമം, അതിൽ അദ്ദേഹം ആദ്യം ലക്ഷ്യമിട്ടത് തിരുവനന്തപുരമാണ്. കാരണം തലസ്ഥാന ജില്ലയാണ്. തലസ്ഥാന ജില്ലയെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ള റിയാസിൻ്റെ ഒരു നീക്കം, അതിന് പാർട്ടിക്കുള്ളിൽ നടത്തിയ കരുനീക്കം, അതിൻ്റെ ഭാഗമായിട്ട് DYFIയുടെ തലപ്പത്തേക്കും തൻ്റെ ആളിനെ കൊണ്ടുവരിക, തനിക്ക് സ്വാധീനമുള്ള ഒരാളിനെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അതിനുള്ള കരുനീക്കമാണ് എം വി ഗോവിന്ദൻ പൊളിച്ചു കൊടുത്തത്. ഇതാണ് ആര്യ രാജേന്ദ്രൻ്റെ ഈ ഇപ്പോഴത്തെ തിരിച്ചടിക്ക് കാരണം. ആര്യ രാജേന്ദ്രൻ ഇനി പഴയതുപോലെ ഒരു പക്ഷേ ആര്യ രാജേന്ദ്രൻ വീണ്ടും ജയിച്ച് കൗൺസിലിൽ മേയറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, കാരണം വീണ്ടും ജയിച്ചു വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ആര്യയ്ക്ക് പിന്തുടർച്ച കൊടുത്തേനെ പാർട്ടി, കാരണം ജയിച്ചു വന്നല്ലോ. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ആര്യയ്ക്ക് തന്നെ കിട്ടുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. സ്വയംകൃതാനർത്ഥം ആര്യയുടെ കയ്യിലിരിപ്പും പിന്നെ പാർട്ടിയുടെ ചെയ്തികളും കൂടെ ആയപ്പോൾ 8 നിലയെ പൊട്ടി. 29 പേരെയാണ് LDFനാകെ കിട്ടിയത്. അതെ, ആര്യ മത്സരിച്ചതുമില്ല. ആര്യ എന്തുകൊണ്ട് മത്സരിപ്പിച്ചില്ല? നമ്മൾ കണ്ടതാണ് ഒരു പാവപ്പെട്ട ബസ് ഡ്രൈവറുടെ കാര്യത്തിൽ എന്താണ് ആര്യയും ഭർത്താവ് MLAയും കൂടെ ചേർന്ന് ചെയ്തത് എന്ന് നമ്മൾ കണ്ടതാണ്, അല്ലേ? അയാളെ ഉപദ്രവിക്കാവുന്നതിൻ്റെ പരമാവധി ഉപദ്രവിച്ചു. നാട്ടുകാരിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഒരു കാറിന് സൈഡ് കൊടുത്തില്ല എന്നും പറഞ്ഞ് എന്നിട്ട് അത് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം നുണകളാണ് പറഞ്ഞു വരുത്തിയത്. അവസാനം ഒടുവിൽ എന്തായി? അപ്പോൾ ഒരു പാവപ്പെട്ട തൊഴിലാളിയെ ദ്രോഹിക്കുന്ന തൊഴിലാളി പാർട്ടി നേതാക്കൾ, ഈ ഇമേജാണ് ആര്യയ്ക്കും ഭർത്താവിനും ഒക്കെ കിട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ ശക്തമായ തിരിച്ചടി കിട്ടിയത്. കനത്ത തിരിച്ചടിയല്ലേ കിട്ടിയത്? ചെറിയ തിരിച്ചടിയാണോ കിട്ടിയത്?
അപ്പോൾ ആ തിരിച്ചടിയിൽ നിന്നും പാഠം പഠിക്കാതെ ഈ നേതാവ് അദ്ദേഹത്തിൻ്റെ, അതായത് മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കാനുള്ള പരിശ്രമം പാർട്ടിക്കുള്ളിൽ കുറേ കാലമായിട്ട് നടക്കുന്നുണ്ട്. എല്ലാവരും അതാണല്ലോ ഈ മരുമോനിസം എന്ന് പറഞ്ഞ് ഈ പിണറായി വിജയനെ ആക്രമിക്കുന്നതിൻ്റെ പുറകിൽ നമുക്കറിയാം പല ഓൺലൈൻ മാധ്യമങ്ങളും പാർട്ടിക്കുള്ളിൽ തന്നെയും പാർട്ടിക്ക് പുറത്തുമൊക്കെ ഈ ചർച്ച വളരെ ശക്തമായിട്ട് നടക്കുകയല്ലേ. അത് തെരഞ്ഞെടുപ്പോടുകൂടി അവസാനിച്ചു എന്നാണോ വിചാരിക്കുന്നത്? അല്ല, അത് തീർച്ചയായിട്ടും അവിടെ നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും മുഹമ്മദ് റിയാസ് ജയിച്ചു വന്നു. അപ്പുറത്ത് അൻവർ ആയതുകൊണ്ടാണ്. അൻവർ അല്ലാതെ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനോ മുസ്ലിം ലീഗുകാരനോ മത്സരിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ റിയാസിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം മറ്റൊന്നാകുമായിരുന്നു. പോട്ടെ, അതൊക്കെ രാഷ്ട്രീയമാണ്. അവിടെ റിയാസ് ജയിച്ചു വന്നു. അപ്പോൾ റിയാസ് ഇപ്പോൾ MLA ആണ്. ഇനി റിയാസിൻ്റെ ഉദ്ദേശം പാർട്ടിയെ തൻ്റെ കൈപ്പിടിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതിനുള്ള പരിശ്രമം അദ്ദേഹം നടത്തിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആളായിട്ട് നമ്മുടെ ആര്യ രാജേന്ദ്രനെ മുന്നോട്ട് തള്ളിക്കൊണ്ടുവരാൻ ശ്രമിച്ചു. അത് കടക്കൽ വെച്ച് തന്നെ ഗോവിന്ദൻ വെട്ടി. ഇതാണ് CPM വിഭാഗീയതയുടെ ഏറ്റവും പുതിയ ചിത്രം. ഇതാണ് ഇതിനി നാളെ അടുത്തത് എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്ന് നമുക്ക് കാത്തിരുന്ന് കാണുകയേ നിർവാഹമുള്ളൂ. പക്ഷേ ഈ പറഞ്ഞതുപോലെ പ്രായത്തിൻ്റെ പേരിൽ അനുഭവ സമ്പത്ത് കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഗോവിന്ദൻ വളരെ മനോഹരമായിട്ട് കളിച്ചു. അതിന് തിരുവനന്തപുരത്ത് നിന്ന് വി ജോയി MLA ജില്ലാ സെക്രട്ടറി, വി ശിവൻകുട്ടി, M വിജയകുമാർ, ആനാവൂർ നാഗപ്പൻ എല്ലാവരും പിന്തുണച്ചു. MP ഗോവിന്ദന് അതുവരെ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള വലിയ രാഷ്ട്രീയ കളികൾ പാർട്ടിക്കുള്ളിൽ നടത്താൻ തൽക്കാലം നിർവാഹമില്ല. കാരണം അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം നടന്നാൽ അത് സാക്ഷാൽ ശ്രീ പിണറായി വിജയൻ തന്നെ അതിനെ വെട്ടി. പിണറായി വിജയൻ ഇപ്പോഴും വെട്ടേണ്ട രീതിയിൽ വെട്ടും. ഇപ്പോഴും തക്ക പവർഫുൾ ആണ് പിണറായി വിജയൻ പാർട്ടിക്കുള്ളിൽ. ഒരു സംശയം വേണ്ട. കാരണം അല്ലെങ്കിൽ ED വാലും ചുരുട്ടി തിരികെ പോകില്ലായിരുന്നു. അതെ, എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്. പാർട്ടിക്കുള്ളിൽ പുതിയ പുതിയ പോർമുഖങ്ങൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്നത് പോലെ നേതാക്കൾ തമ്മിലുള്ള മത്സരം, കിടമത്സരം, അത് പുതിയ തലങ്ങളിലേക്ക് ചെന്നെത്തിക്കൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും 2 ഗ്രൂപ്പുകളായിട്ടല്ല ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത്. അനേകം ഗ്രൂപ്പുകൾ പാർട്ടിക്കുള്ളിലുണ്ട്. ഓരോ നേതാക്കളും ഓരോ തുരുത്തുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാർട്ടിയിലെ അനൈക്യം വളരെ ശക്തമായി കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കേരളത്തിൽ അത് രൂപപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഈ ആര്യ രാജേന്ദ്രൻ്റെ വെട്ടിനിരത്തൽ. ആദ്യത്തെ തെളിവാണ് പി ജയരാജൻ. പാർട്ടിയിലെ വിഭാഗീയത വളരെ വളരെ കാലമായിട്ടുള്ളതാണ്. പക്ഷേ ഈ കാലയളവിൽ ഈ പിണറായി വിജയൻ അധികാരത്തിലെത്തിയതിന് ശേഷമുള്ള 2016 ശേഷമുള്ള വെട്ടിനിരത്തലുകളിൽ ആദ്യത്തെ രക്തസാക്ഷി സാക്ഷാൽ പി ജയരാജനാണ്. ഏറ്റവും അവസാനത്തെ രക്തസാക്ഷി ആര്യയാണ്. ഇനി അടുത്തത് ആരാണെന്നുള്ളത് നമുക്ക് ഭാവിയിൽ കണ്ടറിയാം.